ഇന്ന് മഹാരാഷ്ട്രയില് താനെയില് കലിമ ചൊല്ലാൻ വിസമ്മതിച്ച 2 സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഒരാൾ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവം നമ്മൾ കണ്ടില്ലേ. നമ്മൾ വിചാരിക്കുന്നത് ഒരു പരിധി വരെ വിദ്യാഭ്യാസം നൽകുകയും പൊതുബോധമുണ്ടാകുകയും രാജ്യത്തെ നിയമ സംവിധാനങ്ങളോടുള്ള ഒരു ബോധമുണ്ടാകുകയും ചെയ്താൽ ഒരു പരിധി വരെ ഇവരുടെ തീവ്രവാദവും ഭീകരതയും അന്യമത വിരുദ്ധതയും ഒക്കെ അവസാനിക്കുമെന്നാണ്. പക്ഷേ ചെങ്കോട്ടയിലെ ഭീകരാക്രമണം അത് തെറ്റാണ്, ഇത് നമുക്ക് തെളിയിച്ചു തന്നു. കാരണം അവിടെ സംഭവിച്ചത് ഡോക്ടേഴ്സ് ആയിരുന്നു. പ്രഗത്ഭരായിട്ടുള്ള സർജന്മാരാണ് റിസിൻ എന്ന് പറയുന്ന ഒരു ദ്രാവകം ഉൽപ്പാദിപ്പിച്ച് കാഫിറുകളെ എങ്ങനെ കൊല്ലാമെന്ന് കണ്ടെത്തിയത്. പിന്നീട് കുറച്ച് ടെക്നോളജി പരമായിട്ടൊക്കെ വിദ്യാഭ്യാസവും വിവരവും അതുപോലെയുള്ള മേഖലകളിലുമൊക്കെ കയറി കഴിഞ്ഞാൽ സയൻസ് ഫിക്ഷൻ മാറുമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് TCSലെ മതപരിവർത്തനം നമ്മൾ അറിയുന്നത്. ഇവർ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും കളക്ടർ ആയാലും ആരായിട്ടും ഒരു കാര്യവുമില്ല. കാരണം തലച്ചോറിലുള്ളത് 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രമതമാണെങ്കിൽ ഇവരെ മാറ്റാൻ പറ്റില്ല. മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിലാണ് 2 സുരക്ഷാ ഉദ്യോഗസ്ഥരെ, അതായത് ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കു വേണ്ടി, നമ്മൾ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ജീവൻ പണയം വയ്ക്കാൻ തയ്യാറായിട്ടുള്ള 2 സുരക്ഷാ ഉദ്യോഗസ്ഥരെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുക. 31കാരൻ. സാധാരണ 20, 22, 19 വയസ്സൊക്കെ ഉള്ളവരാണ് ഇങ്ങനെയൊക്കെ ഇറങ്ങിത്തിരിക്കുക. ഇവൻ കുറച്ച് നേരത്തെ തുടങ്ങി കാണും. മൂത്ത കുണ്ടനായിരിക്കും. ഏപ്രിൽ 27-ാം തീയതി പുലർച്ചെയാണ് മുംബൈയിലെ പ്രാന്തപ്രദേശമായിട്ടുള്ള മീരാ റോഡിലെ നയാനഗർ പ്രദേശത്തെ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിന് സമീപം ഒരു ആക്രമണം നടന്നത് ഇന്നിപ്പോൾ റിപ്പോർട്ടിൽ വരുന്നത്. ജബ്ബാർ സുബൈർ അൻസാരി എന്ന വ്യക്തിയാണ് പ്രതി എന്ന് പോലീസ് പറഞ്ഞു. വഴി ചോദിക്കാനാണ് എന്ന വ്യാജേന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഗാർഡുകളെ സമീപിക്കുന്നു. വാർത്താ ഏജൻസി ആയിട്ടുള്ള ANI റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെട്ടിപ്പായിട്ട് ഈ വിഷയം. ദൃക്സാക്ഷികളുടെ മൊഴി അനുസരിച്ചിട്ട് അയാൾ ഗാർഡിനെ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു. ഗാർഡിനോട് ഇത് തന്നെയല്ലേ പഹൽഗാമിൽ നടന്നത്. ഗാർഡ് മൈൻഡ് ചെയ്തില്ല. അത് പരാജയപ്പെട്ടപ്പോൾ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് ഇവരെ 2 പേരെയും ആക്രമിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ട്. ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട്. ലോൺ വോൾഫ് രീതിയിൽ, അതായത് ഒരു വ്യക്തി ചാവാനും കൊല്ലാനും തയ്യാറായി സ്വയം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഭീകരാക്രമണങ്ങളെയാണ് ലോൺ വോൾഫ് എന്ന് പറയുക. ഇത് വെറുതെ ഒരാൾക്ക് പറ്റില്ല. കാരണം എത്ര പ്രതിയോഗികൾ ഉണ്ടെങ്കിലും ശരി, അവരെ പ്രതിരോധിക്കാൻ ശക്തമായിട്ടുള്ള പരിശീലനം അനിവാര്യമാണ്. കാരണം നമ്മളിപ്പോ ജവാന്മാരോടാണല്ലോ ഇവരെ ഏറ്റുമുട്ടുന്നത്. അപ്പൊ അവരെ നല്ല രൂപത്തിൽ പരിശീലനം കഴിഞ്ഞ് വന്നവരാ, അങ്ങനെയുള്ളവരാണല്ലോ അതിർത്തിയിൽ നിൽക്കുക. അപ്പൊ അവരെ പ്രതിരോധിക്കാൻ അതുക്കും മേലെയുള്ള ഒരു പരിശീലനം ഇവർക്ക് അനിവാര്യമാണ്. അങ്ങനെ ശക്തമായിട്ടുള്ള ലോൺ വോൾഫ് രീതിയിൽ നല്ല പരിശീലനം കിട്ടിയിട്ടുള്ള ഈ 31കാരൻ ഒരുപക്ഷെ പരിശീലനം കൊടുക്കുന്ന ആളും കൂടിയായിരിക്കാം. ഇയാളാണ് ആക്രമണം നടത്തിയത്. ഏതെങ്കിലും ഒരു ഭീകര സംഘടനയുടെയോ അതല്ലെങ്കിൽ നേരിട്ടുള്ള അവരുടെ പണം, സഹായം, പിന്തുണ, ആയുധ പരിശീലനം ഇതൊക്കെ ചിലപ്പം ഉണ്ടാകാം. ചിലപ്പോൾ ഇവരിതൊക്കെ ആവിഷ്കരിക്കാം. ഇവരിതൊക്കെ സ്വന്തമായിട്ട് ആർജിച്ചെടുത്തിട്ടും ഇത്തരം ആക്രമണങ്ങൾ നടത്താം. ഇപ്പോ ഈ ആക്രമണം പോലീസ് സംശയിക്കുന്നത് ശക്തമായ പരിശീലനം ലഭിച്ചിട്ട് വന്നിരിക്കുന്നതാണ്. ഇപ്പൊ ഗുരുതരമായി പരിക്കേറ്റ രാജ്കുമാർ മിശ്ര, സുബ്രതോ രമേശ് സെൻ, ഇവരെ 2 പേരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മിശ്രയുടെ നില കുറച്ച് ഗുരുതരമാണ് എന്ന് പോലീസ് പറഞ്ഞു. തർക്കത്തെ തുടർന്നിട്ടാണ് ആക്രമണം ഉണ്ടായത് എന്ന് പോലീസ് പറയുന്നു. അൻസാരി ആദ്യം മിശ്രയെ കുത്തി, അത് കഴിഞ്ഞിട്ട് സമീപത്തുണ്ടായിരുന്ന സെന്നിനെ ആക്രമിച്ചു. സംഭവം നടന്ന് 90 മിനിറ്റിനകത്ത് അൻസാരിയെ അറസ്റ്റ് ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു അന്വേഷണ വിദഗ്ധരെ കുറിച്ചിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. കാരണം ഇവൻ ഒറ്റയ്ക്കായിരിക്കില്ല. ഇവന്റെ കൂടെ പരിശീലനം ലഭിച്ച അനേകം ആളുകളെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഇവൻ വന്നിരിക്കുക. അവരെ ട്യൂൺ ചെയ്യുന്നത് ഒരു പക്ഷെ ഇവനായിരിക്കാം, ഇവനെ ട്യൂൺ ചെയ്യുന്നതിന് വേറെ ആൾക്കാരും ഉണ്ടായിരിക്കാം. എന്നിട്ടും അതിസാഹസികമായി 90 മിനിറ്റിനകത്ത്, അതായത് 1.5 മണിക്കൂറിനകത്ത് അൻസാരിയുടെ കയ്യിൽ വിലങ്ങ് വെക്കാൻ നമ്മുടെ രാജ്യ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു. കേസിന്റെ ഗൗരവവും അതുപോലെ പ്രതിയുടെ പശ്ചാത്തലവും ചൂണ്ടിക്കാണിച്ച് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് അഥവാ ATS അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്.
യു പിയിലാണെങ്കിൽ അവൻ ഇന്ന് ഈ നിമിഷം ബിരിയാണി തിന്നാനുണ്ടാകുമായിരുന്നില്ല. എങ്ങനെയായിരുന്നാലും ശരി, യു പിയെ അങ്ങനെയാണ് യോഗി നവീകരിച്ചത്. ഭീകരന്മാരോടും തീവ്രവാദികളോടും ഒരു രൂപത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചതുകൊണ്ടാണ് ഇന്ന് യു പി സമാധാന രൂപത്തിൽ പോകുന്നത്. ഇപ്പൊ ഈ അൻസാരിയുടെ വസതിയിൽ പോലീസ് എത്തുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥരെത്തുന്നു, ATS എത്തുന്നു, പരിശോധന നടത്തുന്നു. അത് കൂടുതൽ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. ഐസിസിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന കയ്യെഴുത്ത് പ്രതികൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടി. ആക്രമണത്തെ ലക്ഷ്യത്തിലേക്ക് ആദ്യപടിയായിട്ട് വിശേഷിപ്പിക്കുന്നതായിട്ടും റിപ്പോർട്ടുണ്ട്. ഇവൻ ആദ്യമായിട്ട് ഏറ്റെടുത്ത ഒരു ഇതാണ്. ഇത് സക്സസ് ആയിട്ട് വേണം അടുത്ത ഇതിനേക്കാൾ വലുത് ചെയ്യാൻ. അതും ആരോടാ? രാജ്യം കാക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരോടാണ് ഏറ്റുമുട്ടുന്നത്. തീവ്രവാദ സംഘടനകളുമായി ഇവന് ബന്ധമുണ്ടോ എന്നറിയാൻ രേഖകളും വീഡിയോകളും ഉൾപ്പെടെയുള്ള അയാളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അൻസാരി ഒരു സയൻസ് ബിരുദധാരിയാണ്. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അല്ല, ഹമാസ് ഭീകരന്മാര് ചത്തപ്പോ ആ കുഞ്ഞുങ്ങളുടെയൊക്കെ പേര് പറഞ്ഞിട്ട് നാളത്തെ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, കളക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ലിച്ചു ചേച്ചിമാരൊക്കെ കരഞ്ഞ് മെഴുകി വന്നിരുന്നു. സയൻസ് ബിരുദധാരിയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ആരായിട്ടും കാര്യമില്ല. തലച്ചോറിലുള്ളത് അന്യമത വിരുദ്ധതയാണെങ്കിൽ അവൻ പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും. അമേരിക്കയിൽ നിന്ന് 2019 ഇവൻ ഇന്ത്യയിലേക്ക് വരുന്നത്. മീര റോഡിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. ഓൺലൈൻ കെമിസ്ട്രി കോച്ചിങ് ക്ലാസ് നടത്തിയിട്ടുണ്ടായിരുന്നു. എത്രയൊക്കെ ആളുകളെ ഇവൻ ഇനിയും ഈ രൂപത്തിൽ പൊട്ടിത്തെറിക്കാൻ സജ്ജമായി ക്രമീകരിച്ചിട്ടുണ്ട്. എത്ര പേര് ഇവന്റെ ക്ലാസ്സിലുണ്ട് എന്ന് ആർക്കറിയാം? ഇവന്റെ മാനസികാവസ്ഥ വെച്ചിട്ട് ഇവന്റെ ചിന്തകൾ, ഇവന്റെ ശരികൾ, ഇവന്റെ മതം, ഇവന്റെ മതബോധം, രാഷ്ട്രീയം ഇത് തന്നെയല്ലേ ഇവൻ കോച്ചിങ്ങിന് വരുന്ന ആളുകൾക്കും കുത്തിവെച്ചു കൊടുക്കും. ഇവന്റെ മോന്ത നോക്ക് നിങ്ങൾ. ഒരാവേശത്തിൽ ഇറങ്ങി പുറപ്പെടുന്നതാ. ഉണ്ടാക്കിയ തന്തയ്ക്കും തള്ളയ്ക്കും നഷ്ടം. അതിർത്തി കാക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് ഇവൻ എത്തിയിട്ട് അവരോട് ആദ്യം പേര് ചോദിക്കുന്നു. കാരണം മതം അറിയണമല്ലോ. ഞായറാഴ്ച വെളുപ്പിനെയാണ് സംഭവം. അപ്പോ ഒരു നിർമ്മാണ സ്ഥലത്തെത്തുന്നു. ഇയാള് ഇവരുടെ മതം ചോദിക്കുന്നു, പേര് ചോദിക്കുന്നു, ഷഹാദത്ത് കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുന്നവർക്ക് അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിക്കുന്നു. അവര് ചൊല്ലാതെ വന്നപ്പോഴാണ് പ്രകോപിതനായിട്ടുള്ള പ്രതി കയ്യിൽ സൂക്ഷിച്ച കത്തി ഉപയോഗിച്ച് ഇവരെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ആക്രമിക്കുന്നത്. അങ്ങനെ നമ്മുടെ രാജ്കുമാർ മിശ്ര എന്ന സുരക്ഷാ ജീവനക്കാരന്റെ ആന്തരിക അവയവങ്ങൾക്കാണ് പരിക്കേറ്റത്. കാരണം രക്ഷപ്പെടരുത് എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് കുത്തിയത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. നമുക്ക് വേണ്ടിയാണ് ഇവരൊക്കെ ജീവൻ ബലിയർപ്പിക്കുന്നത് എന്ന് മറക്കരുത്. അതുപോലെ തന്നെ സുബ്രതോ സെന്നിനും സാരമായ രൂപത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. സംഭവം കഴിഞ്ഞു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് വളരെ വേഗത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അവനെ കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്തിറങ്ങി. 1.5 മണിക്കൂറായപ്പോൾ കാക്കാട കയ്യിൽ വിലങ്ങു വീണു. 2019 US പോയി ഉപരിപഠനം കഴിഞ്ഞു മടങ്ങി വന്നതാ. വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ? ആ ചെറിയ പ്രായത്തിൽ മതമല്ലേ ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്? ഇയാൾ മുൻ അധ്യാപകനാണ് എന്ന് പോലീസാണ് പറഞ്ഞത്. ഇയാളുടെ ഇന്റർനെറ്റ് ഉപയോഗമൊക്കെ പരിശോധിച്ചപ്പോൾ ISIS അനുകൂലമായിട്ടുള്ള വീഡിയോകളാണ് നിരന്തരം കാണാറുണ്ടായിരുന്നത് എന്ന് കണ്ടെത്തി. ഓൺലൈൻ വഴി തീവ്രവാദ ആശയങ്ങളിൽ ആകൃഷ്ടനായിട്ട് ഇയാള് ലോൺ വൂൾഫ് ആക്രമണമായിട്ട് ഇയാൾ മാറി. ഇയാൾ ആ ആക്രമണം പരിശീലിക്കുന്നു. ഇയാൾ തന്നെ എത്ര പേരുണ്ടെങ്കിലും അവരെ പ്രതിരോധിക്കാൻ ഇയാൾ തന്നെ സ്വയം ആർജിച്ചെടുക്കുന്ന ചില കഴിവുകൾ. ഇനി ഇയാളെ ആരെങ്കിലും ഇതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണ്? ഇതൊക്കെ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേന കണ്ടെത്തും. കാരണം മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനയെ കുറിച്ചിട്ട് നമ്മുടെ രാജ്യത്തിന് നല്ല മതിപ്പാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, കോഴിക്കോട് കണ്ണൂർ കണ്ണൂർ ആലപ്പുഴ ഇന്റർസിറ്റി എക്സ്പ്രസിന് തീയിട്ട് ഷാരൂഖ് സൈഫി മണിക്കൂറുകൾ കൊണ്ടാണ് മഹാരാഷ്ട്ര ATS അവനെ തൂക്കിയത്. അതുകൊണ്ട് ഇതുപോലെയുള്ള ഭീകരന്മാർ നമ്മുടെ രാജ്യത്തെ ലക്ഷ്യം വെക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ജീവൻ മരണ പോരാട്ടത്തിലൂടെയാണ് അവരെ പിടിക്കുന്നത്. എന്നിട്ട് അവർക്കൊരു എഫേർട്ടുമില്ല, അവർക്കൊരു ക്രെഡിറ്റുമില്ല. അവർ മരിച്ചു എന്ന് കേട്ടുകഴിഞ്ഞാൽ ഉടനെ അവരുടെ ആ മരണ വാർത്തയുടെ താഴെ വന്നിട്ട് ഇമോജി ഇടാൻ കാണിക്കുന്ന ചില മുസ്ലിങ്ങളുടെ മനസാക്ഷിയുണ്ടല്ലോ, ഭീകരം. നന്ദി.